വാഴയിൽ സാധാരണ കണ്ടുവരുന്ന ഒരു പ്രശ്നമായി വെള്ളക്കൂമ്പ് എന്ന് പറഞ്ഞൊരു പ്രശ്നം. അത് പലപ്പോഴും കാൽഷ്യം ഡെഫിഷ്യൻസിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇങ്ങനത്തെ ഒരു പ്രശ്നം വാഴയിൽ വരുന്നത്. അപ്പോൾ അങ്ങനെ കാണപ്പെടുന്ന ഒരു സമയത്ത് തീർച്ചയായിട്ടും ചെയ്യേണ്ടത് കാൽബി എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ്, അത് കാൽഷ്യം ബോറോൺ ആണ് അതിനകത്ത് വരുന്നത്. അത് ഇലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഒരു സ്പ്രേ കൊണ്ട് ക്ലിയർ ആകണമെന്നില്ല, ഒരു 20 ദിവസത്തെ ഗ്യാപ്പിൽ 1-2 സ്പ്രേ നമ്മൾ കൊടുക്കണം. അത് കൂടാതെ കാൽഷ്യം നൈട്രേറ്റ് എന്ന് പറയുന്ന ഒരു വളം മണ്ണിൽ നിർബന്ധമായിട്ട് നമ്മൾ മണ്ണിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ മണ്ണിൽ ചേർത്ത് കൊടുക്കുകയും ഇലയിൽ സ്പ്രേ ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നത്തിനെ ഒരു പരിധിവരെ നമുക്ക് പരിഹരിച്ചെടുക്കാൻ പറ്റും. പല ഫാർമേഴ്സിനും തെറ്റുപറ്റുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഇല വഴി സ്പ്രേ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിൽ കൊടുക്കേണ്ട പല ഭാഗങ്ങളും മറന്നുപോകും, അല്ലെങ്കിൽ ചെയ്യാതെ വരും. ഒരു കാരണവശാലും 100% നമുക്ക് മണ്ണിലൂടെ കൊടുക്കേണ്ട പോഷകങ്ങൾ കട്ട് ചെയ്തുകൊണ്ട് ഒരു കൃഷിയെ വിജയിപ്പിക്കാൻ പറ്റില്ല. എപ്പോഴും അത് മനസ്സിൽ വെക്കേണ്ട ഒരു ഭാഗമാണ്. ഏതൊരു ചെടിയെ സംബന്ധിച്ചും 95% ചെടിയുടെ ആവശ്യങ്ങൾ ചെടി നിർവഹിക്കുന്നത് വേരിനെ ആശ്രയിച്ചുകൊണ്ടാണ്. അപ്പോൾ വേരിനെ മറന്നിട്ടുള്ള ഒരു വളപ്രയോഗ രീതികളും ഒരു കൃഷി രീതികളും നമുക്ക് ഉൽപ്പാദനം ഉറപ്പാക്കാൻ പറ്റുകയില്ല. അപ്പോൾ തീർച്ചയായിട്ടും മണ്ണിൽ കൊടുക്കുക, ഇലയിൽ സ്പ്രേ ചെയ്യുക, ഈ പ്രശ്നങ്ങളെ നമുക്ക് പരിഹരിച്ചെടുക്കാൻ പറ്റും.